നമ്മളിപ്പോൾ നിൽക്കുന്നത് പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി എന്നറിയപ്പെടുന്ന യൂണിയൻ ടെറിട്ടറിയിലാണ്. അതിലെ വൈറ്റ് സിറ്റി എന്ന ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് പണ്ട് ഫ്രഞ്ച് കോളനിയുടെ ഒരു ഭാഗമായിരുന്നു. ഇവിടുത്തെ കെട്ടിടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കെട്ടിടങ്ങളെല്ലാം ഒന്നുകിൽ മഞ്ഞ വെള്ള കലർന്ന രീതി, അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ഗ്രേയും വെള്ളയും മിക്സായ രീതി, അങ്ങനെ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടുത്തെ റോഡുകൾക്കൊക്കെ അവർ ഫ്രഞ്ച് പേരുകളാണ് ഇട്ടിട്ടുള്ളത്. ഒരു ഗ്രിഡ് പാറ്റേൺ രീതിയിലാണ് റോഡുകളൊക്കെ ഉള്ളത്. നല്ല വൃത്തിയുള്ള തെരുവുകൾ. ഇവിടെയുള്ള കഫേകളായാലും ആർട്ട് ഗാലറി ആയാലും ഹോട്ടൽസ് ആയാലും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിലൊക്കെ നമുക്ക് ഒരു ഫ്രഞ്ച് മോഡൽ കാണാനായിട്ട് പറ്റും. നമുക്ക് വേണമെങ്കിൽ കൊച്ചിയിലെ മട്ടാഞ്ചേരിയോടൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് പ്രദേശമാണ് പോണ്ടിച്ചേരിയിലുള്ള ഈ വൈറ്റ് ടൗൺ അഥവാ വൈറ്റ് സിറ്റി. പ്രത്യേക ആർച്ച് ടൈപ്പിലുള്ള കമാനങ്ങളും വാതിലുകളും പിന്നെ നല്ല വീതിയുള്ള വരാന്തകൾ. ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഏതോ ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നുക. ഇവിടുത്തെ റോഡുകൾ വളരെ ശാന്തമാണ്. പുറത്ത് വളരെ തിരക്കുള്ളതാണ്, പക്ഷേ ഇവിടെ വളരെ ശാന്തമാണ്. നമുക്കതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. മാത്രവുമല്ല, ധാരാളം വിദേശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കാണാൻ സാധിക്കും. ഈ കാണുന്ന പ്രതിമ മാർക്കിസ് ജോസഫ് ഫ്രാൻസ്വാ ഡ്യൂപ്ലിക്സ് എന്ന ഫ്രഞ്ച് ഗവർണറുടെയാണ്. ഇദ്ദേഹം 1709 ഫ്രാൻസിൽ ജനിച്ച് 1754 മരിച്ചു. 1742 ഫ്രഞ്ച് ഇന്ത്യയുടെ ഗവർണർ ജനറലായി. അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് 1870 ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഭാഗം വൈറ്റ് സിറ്റിയും വൈറ്റ് അല്ലാത്ത ആളുകളെ അവർ മറ്റേ ഭാഗത്തേക്ക് മാറ്റി അവിടെ ബ്ലാക്ക് സിറ്റി എന്ന് അറിയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവരും മിക്സപ്പാണ്. ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. അതിലിപ്പം നമ്മൾ നിൽക്കുന്നത് പ്രൊമറേഡ് ബീച്ചിലാണ്. വളരെ മനോഹരമാണ് ഈ ബീച്ച്. വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല തിരക്ക് വരും. ഇവിടെ ജോഗിങ് ചെയ്യുന്നവരും എക്സസൈസ് ചെയ്യുന്നവരും പിന്നെ കാറ്റ് കൊള്ളാനിരിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിനോട് ചേർന്ന് പോണ്ടിച്ചേരി നിയമസഭയുടെ ഒരു മന്ദിരം കണ്ടു. അത്ര വലിയ മന്ദിരമൊന്നുമല്ല, ഒരു ചെറിയൊരു മന്ദിരം. ഒരുപാട് ഒഫീഷ്യൽസും അവരുടെ വാഹനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഈ പ്രൊമറേഡ് ബീച്ചിന് ഇവിടെയുള്ള ഒരു യാത്ര നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്തത്രയും രസകരമാണ്. ലൈറ്റൊക്കെ ഇട്ട് രാത്രി ആയാലും ആളുകൾ വളരെ ലൈവ്ലിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകുന്നതൊക്കെ നമുക്ക് കാണാം. വൈറ്റ് സിറ്റിയോട് ചേർന്ന് തന്നെയാണ് ബീച്ചുള്ളത്. പോണ്ടിച്ചേരി കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ പെട്രോളിന് വില കുറവാണ്. ഞങ്ങൾ 2500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഇവിടുന്ന് യാത്ര വീണ്ടും തുടരുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി ട്രാവൽ ത്രൂ മൈ ലെൻസിലൂടെ നമുക്ക് വീണ്ടും കാണാം.